പോയ വാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് രണ്ട് ദേശീയ നേതാക്കൾ, ഈ നാടിൻ്റെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളം സന്ദർശിച്ചതാണ്. ആദ്യം വന്നത് പ്രതിപക്ഷ നേതാവാണ്. പുതുയുഗ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പുതുമോടി യാത്രയുടെ സമാപനത്തിൽ ആ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്, അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഒരു വാചകം മാത്രം അത് ഏറ്റവും അവസാനം പറഞ്ഞതാണ്: സംഘനൃത്തത്തിൽ ആരെങ്കിലും കയറി ഒറ്റയ്ക്ക് പ്രകടനം നടത്തരുത്. അതാരെപ്പറ്റി പറഞ്ഞുവെന്ന് എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. പക്ഷേ ആ പ്രസംഗത്തിൽ വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് സൂചിപ്പിച്ചത്, ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളെ CBIയും EDയും പിടിക്കുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ നേതാവിന് കേരളത്തിൽ വന്ന് ആ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു കക്ഷികളുടെ നേതാക്കളെ EDയും CBIയും പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. കാരണം പലപ്പോഴും നമ്മൾ നോക്കിയ ഒരു കാര്യം വ്യക്തമാണ്: BJPയെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ കോൺഗ്രസ് എടുത്തിട്ടുള്ള പങ്ക്. ഒരു ചെറിയ ഉദാഹരണം മാത്രം നമുക്കെടുക്കാം. 2021 ഡൽഹിയിൽ അവിടുത്തെ കോൺഗ്രസിൻ്റെ PCC പ്രസിഡൻറ്റ് അനിൽകുമാർ ചൗധരി എന്ന് പറയും, അദ്ദേഹം ഒരു ആശയം ഉന്നയിക്കുന്നു, കേസ് കൊടുക്കുന്നു. വേറൊന്നുമല്ല, അവിടെ നിലനിന്നിരുന്ന കേജ്രിവാൾ ഗവൺമെൻറ് അവരുടെ മദ്യനയം രൂപീകരിക്കുന്നതിൽ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു. ആ കേസ് എവിടെ എത്തിച്ചേർന്നു എന്ന് നമ്മൾ കണ്ടു. 2023 അന്നത്തെ ഉപമുഖ്യമന്ത്രി സിസോദിയയെ അറസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ഒരു അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ മാത്രം BJPയെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തിയിരുന്ന കേജ്രിവാളും കൂട്ടരും AAPയും പ്രതിപക്ഷത്താവുന്നു. BJP ഗവൺമെൻറ് തിരികെ വരുന്നു. അപ്പോൾ കോൺഗ്രസ് അവിടെ ശ്രമിച്ചത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി നിൽക്കേണ്ട ഒരു കക്ഷിയെ, അവരുടെ ഗവൺമെൻറ്റിനെ, ഒരു BJP ഇതര ഗവൺമെൻറ്റിനെ കളഞ്ഞ് BJPയുടെ ഗവൺമെൻറ്റിനെ തിരിച്ചു കൊണ്ടുവന്നു. കോൺഗ്രസിന് എന്ത് കിട്ടി? കോൺഗ്രസ് MLAമാരുടെ അക്കം 0. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇവിടെയും വന്ന് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം നേരിട്ടോ അല്ലാതെയോ BJPയെ സഹായിക്കുക എന്നുള്ളതാണെന്ന് സാധാരണക്കാർ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇനി അടുത്തയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ. അദ്ദേഹം എറണാകുളത്താണ് വന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നതിന് മുമ്പ് ആ പ്രോഗ്രാമിൽ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. അദ്ദേഹം അവിടെ നടത്തുന്ന ഉദ്ഘാടനങ്ങളാണ്. ആ ഉദ്ഘാടനങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈവേയുടെ ഉദ്ഘാടനമാണ്. ദേശീയ ഹൈവേ ആണ്. സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ്റിന് മുൻതൂക്കമുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ കേരളത്തിൽ മാത്രം എടുത്തു പറയേണ്ടതാണ്, ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തും ഇല്ല. കേരളത്തിൽ മാത്രം ദേശീയ ഹൈവേ വരണമെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നതിനകത്ത് സംസ്ഥാന ഗവൺമെൻറ് പണം മുടക്കണം. 6000 കോടി രൂപയാണ് ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കേരള ഗവൺമെൻറ് അതിനുവേണ്ടി ചെലവഴിച്ചത്. അങ്ങനെയാണ് ഹൈവേ പണിയുന്നതിനുള്ള തുടക്കമുണ്ടാകുന്നത്. ഹൈവേ അതുകൊണ്ട് പണി തീരത്തില്ലെന്ന് നമുക്കറിയാം. പക്ഷേ എന്നാലും 6000 കോടി രൂപ ഈ കേരള ഗവൺമെൻറ് എടുത്ത് ആ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ അതിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നു, ആ പരിപാടിയിൽ നിന്നും. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമാണെന്ന് നമുക്ക് കാണാം. അങ്ങനെ പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പടക്കം അതിനുശേഷവും ഒക്കെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും കേരളത്തിനെല്ലാം കിട്ടുമെന്ന് പറഞ്ഞ എയിംസ് അടക്കമുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടും ഒരു വാക്ക് പോലും സൂചിപ്പിക്കാതെ അദ്ദേഹം കടന്നുപോയി. ഇതാണ് രണ്ട് ദേശീയ നേതാക്കൾ ഈ കഴിഞ്ഞ വാരത്തിൽ കേരളത്തിൽ വന്നപ്പോൾ സംഭവിച്ചത്. ഇനി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്രയും ചൂട് പിടിച്ച രാഷ്ട്രീയം ഈ നാട്ടിൽ നിലനിൽക്കുമ്പോഴും അന്തരീക്ഷത്തിലാകെ ചൂട് വർദ്ധിക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ കുളിർക്കുന്ന ഒരു ചെറിയ അനുഭവം ഈ കേരളത്തിലുണ്ടായി. നമ്മുടെ ഒക്കെ മനസ്സുകളിൽ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്ന, ഇന്നും പഴയ ആളുകളുടെ മനസ്സിൽ നിന്നും വായാത്ത ചില വരികളുണ്ട്. അത് പാടാൻ എനിക്കാവില്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവലുകൾ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ഈ മനോഹര തീരത്ത് ഇനി നമുക്കൊരു ജന്മം കൂടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ജീവിച്ച് പ്രേമിച്ച് കൊതി തീരുവോളം പ്രേമിച്ച് മരിച്ചവരുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം: മലയാളത്തിൻ്റെ മണ്ണ്, ആ മലയാള മണ്ണിൻ്റെ ഉൾത്തുടുപ്പുകൾ അറിഞ്ഞ 2 ചെറുപ്പക്കാർ ഈ കേരളത്തിൽ വന്നു. ഒരാളുടെ പേര് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. അത് മോണാലിസ ഭോസലെ എന്ന് പറയുന്ന മധ്യപ്രദേശുകാരി, പിന്നെ ഫർഹാൻ ഖാൻ എന്ന് പറയുന്ന
ഉത്തർപ്രദേശുകാരനും. ആ നാട്ടിൽ ജാതിയും മതത്തിൻ്റെയും പേരിൽ എന്തെല്ലാം സംഭവിക്കുന്ന എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. അവർ തമ്മിൽ ഇഷ്ടമുണ്ടായപ്പോൾ, സ്നേഹമുണ്ടായപ്പോൾ, ഹൃദയങ്ങൾ കൈമാറിയപ്പോൾ അവർക്ക് ആശ്രയം കൊടുക്കാൻ ഈ രാജ്യത്ത് ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉണ്ടായുള്ളൂ. അത് കേരളമാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ നാടാണ്. ഈ ദൈവത്തിൻ്റെ നാട്ടിൽ വന്ന് ജീവിതത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള യാത്ര ആരംഭിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഒരു സംശയവും വേണ്ട. ഇവിടെ കൊതി തീരുവോളം ജീവിക്കാൻ അവർക്കാവട്ടെ എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല. എല്ലാ ആശംസകളും അവർക്ക് നേരുന്നു. ഈ മലയാളത്തിൻ്റെ യഥാർത്ഥ കേരള സ്റ്റോറിയുടെ ഉൾത്തുടിപ്പുകൾ അറിഞ്ഞ മലയാള മണ്ണിൻ്റെ കാതിൽ കണ്ട അവർക്ക് ജീവിതത്തിൽ നന്മകളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും നമുക്ക് രാജ്യത്തിന് പുറത്തോട്ട് പോയാൽ നമ്മൾ കാണുന്ന കാഴ്ച അതിഭീകരം തന്നെയാണ്. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇവിടെ ഉണ്ട്. ഗ്യാസില്ല, ചായ കുടിക്കാനാവുന്നില്ല, അടുപ്പുകൾ പുകയുന്നില്ല. ഇതെല്ലാം നമ്മളടക്കമുള്ളവർ ജീവിതം നഷ്ടപ്പെടുന്നവരാണ് അവിടെ. ഒരു നേരത്ത് ചായ കുടിക്കാൻ കഴിയാതെ വരുമ്പോൾ വിഷമിക്കുന്ന നമ്മൾ അറിയുന്നില്ല അവിടെ അനുനിമിഷം മരിച്ചു വീഴുന്ന മനുഷ്യരുടെ കഥ. അതിനും അപ്പുറത്തേക്ക് ഈ യുദ്ധത്തിൽ നമ്മൾ കാണുന്നത് മുമ്പൊരിക്കലും ഇല്ലാത്തൊരു പ്രത്യേകത. യുദ്ധം ആരംഭിക്കുന്ന ദിവസം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഖമനേയി മരിച്ചു. അതൊരു ഒറ്റപ്പെട്ട സംഭവമെന്ന് കാണാൻ കഴിയില്ല. കാരണം ഇപ്പോൾ മുജ്തബ ഖമനേയി എന്ന് പറയുന്ന ആൾ അധികാരത്തിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമം നടന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല എന്നും ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം കോമായിലായിരിക്കുമെന്നും അമേരിക്കയുടെ പ്രസിഡന്റ് പറയുക. മറുപുറത്ത് ഇറാൻ പറയുന്നു നെതന്യാഹുവിനെ ഞങ്ങൾ വധിച്ചു. അപ്പോൾ യുദ്ധം ഇപ്പോൾ പോകുന്ന അതിൻ്റെ തലങ്ങൾ മാറിയിരിക്കുന്നു. രാഷ്ട്രത്തലവന്മാരെ തന്നെ വധിക്കുന്ന രീതിയിലേക്ക് യുദ്ധം മാറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രത്തലവന്മാരുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിലല്ല, ഈ ഭൂമിയിൽ ജനിച്ച എത്ര മനുഷ്യരെ കൂടി കുരുതി കൊടുക്കേണ്ടി വരും ഈ ലാഭക്കൊതിയന്മാരുടെ യുദ്ധത്തിന് മുന്നിൽ എന്നുള്ളതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഉത്തരം കാലം നമുക്ക് നൽകട്ടെ.